ശരി, ഇപ്പോൾ വർക്കല ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസന്ദേശം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളിക്കാനുള്ള തീവ്രമായ ശ്രമവും ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. ഗുരു സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ വെക്കാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരം താണു പോകും. അന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയായിരുന്നു ഗുരു എന്നും പ്രവർത്തിച്ചു പോന്നിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൊള്ളയായ ആചാരം ഗുരു നിന്ദയായി മാറും. അതുണ്ടാവാതിരിക്കാനാണ് ഗുരുവിൻ്റെ മഹത്വമാർന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാവണം ഓരോ തീർത്ഥാടകനും ആ തീർത്ഥാടകരുടെ യാത്രയും എന്ന് ഉറപ്പുവരുത്തൽ. ഇവിടെയാണ് എന്തായിരുന്നു യഥാർത്ഥ ഗുരു സന്ദേശം എന്നത് പരിശോധിക്കേണ്ടത്. അവിടെ നാം കാണാൻ കഴിയുക മനുഷ്യസ്നേഹമായിരുന്നു ഗുരുവിൻ്റെ സന്ദേശം. ആ സ്നേഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല. അത്തരം വേർതിരിവുകൾ കൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഗുരു സഹിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവിനെ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേലികെട്ടി അതിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിൽ കവിഞ്ഞ ഗുരു നിന്ദയുണ്ടാവാനില്ല. അക്കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതാണ് കണ്ടത്.